നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകി പടവ് കമ്മിറ്റി മടുത്തു. ഒടുവിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് അമിത വില നൽകി നെൽവിത്ത് വാങ്ങി കർഷകർക്ക് വിതരണം ചെയ്യാൻ തീരുമാനം. പുന്നൂർക്കുളം പരൂർ കോൾപ്പടവ് കമ്മിറ്റിയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഉറപ്പ് പാഴായതിനെ തുടർന്ന് കർഷകർക്ക് നെൽവിത്ത് നൽകാനൊരുങ്ങുന്നത്. കാണിപ്പയ്യൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കാറിന്റെ മുൻവശം ഭാഗികമായും ഫ്രൂട്ട്സ് കട പൂർണ്ണമായും തകർന്നു. സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ മാധ്യമ പ്രവർത്തനത്തിന് കാലാതീതമായ സ്വീകാര്യതയുണ്ടാകുമെന്ന് ദൂരദർശൻ റിട്ടയർഡ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ആർ ബാലകൃഷ്ണൻ. കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ആർ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കിടപ്പാടം ജപ്തി ചെയ്തതിനെ തുടർന്ന് വിറകുപുരയിൽ കഴിഞ്ഞ ഗൃഹനാഥയെയും മക്കളെയും നാട്ടുകാർ വീട്ടിൽ കയറ്റിയതിന് പിന്നാലെ ബാങ്ക് അധികൃതരെത്തി വീടിന്റെ വാതിൽ പലക വെച്ച് അടച്ചതായി ആക്ഷേപം. പുന്നൂർക്കുളം കിഴക്കേച്ചറായി കരുമത്താഴത്ത് അമ്മണിയുടെ കുടുംബത്തിനാണ് ദുരവസ്ഥ. വാർത്തകൾ വിശദമായി. കർഷകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകി പടവ് കമ്മിറ്റി മടുത്തു. ഒടുവിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് അമിത വില കൊടുത്ത് നെൽവിത്ത് വാങ്ങി കർഷകർക്ക് വിതരണം ചെയ്യാൻ പടവ് കമ്മിറ്റിയുടെ തീരുമാനം. പുന്നൂർക്കുളം പരൂർ കോൾപ്പടവ് കമ്മിറ്റിയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഉറപ്പ് പാഴായതിനെ തുടർന്ന് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത്. പുന്നൂർക്കുളം കൃഷിഭവനിൽ നിന്ന് യഥാസമയം നെൽവിത്ത് ലഭിക്കാതെ വന്നതോടെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും അമിത വില നൽകി നെൽവിത്ത് വാങ്ങി വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പടവ് കമ്മിറ്റി അറിയിച്ചു. 2 ആഴ്ച മുമ്പ് അപ്രതീക്ഷിതമായുണ്ടായ മഴയെ തുടർന്ന് പാടത്ത് കൃഷിക്കായി തയ്യാറാക്കിയ 450 ഏക്കർ ഞാറ്റടി നശിച്ചിരുന്നു. MLA അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ വിത്തുകൾ നൽകാമെന്ന് ഉറപ്പു നൽകുകയും കൃഷിവകുപ്പ് കർഷകർക്ക് സൗജന്യമായി വിത്ത് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. വിത്തിന് പകരം കർഷകരുടെ ആവശ്യപ്രകാരം ജ്യോതി വിത്ത് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇതിനെ തുടർന്ന് 4-ാം തീയതി പടവ് കമ്മിറ്റി കൃഷിഭവനിൽ റിപ്പോർട്ട് നൽകുകയും 6-ാം തീയതി രേഖാമൂലം ഈ ആവശ്യം ഉന്നയിച്ചു. പടവിൽ ചണ്ടി നീക്കലും നിലം ഉഴുതുമറിക്കലും പൂർത്തിയായിട്ടും വിത്ത് ലഭിക്കാതെ വന്നതോടെയാണ് കർഷകർ ദുരിതത്തിലായത്. ഇനിയും കാലതാമസം വരികയാണെങ്കിൽ വീണ്ടും കൃഷിക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കണക്കിലെടുത്ത് സ്വകാര്യ വ്യക്തികളിൽ നിന്നും വിത്ത് വാങ്ങാൻ പടവ് കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. 11,000 കിലോ വിത്താണ് ആവശ്യമെങ്കിലും നിലവിലെ ആവശ്യങ്ങൾക്കായി 6,000 കിലോ വിത്താണ് ആദ്യഘട്ടം നൽകേണ്ടത്. അരിമ്പൂരിലെ സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് കിലോയ്ക്ക് 45 രൂപ നിരക്കിൽ ജ്യോതി നെൽവിത്ത് വാങ്ങി വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നടിയില് വൈകുകയും അതോടൊപ്പം തന്നെ നടിയിൽ നടത്താനുള്ള ഞാറ്റടി നഷ്ടപ്പെടുകയും ഞാറുകൾ ചീഞ്ഞു പോവുകയും ചെയ്യുകയുണ്ടായി. 16 ദിവസത്തോളമായി വിത്ത് പുതുതായി നൽകണം, മൂപ്പ് കുറഞ്ഞ ജ്യോതി വിത്ത് നൽകണം എന്നുള്ള റിക്വസ്റ്റ് കൃഷിഭവന് നൽകിയിട്ട് ഈ ദിവസം വരെ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് നടിയിൽ തുടങ്ങേണ്ട അവസ്ഥയായി. വെള്ളം പറ്റിയിരിക്കണ്, പക്ഷേ ഞാറിടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയമാണ് എങ്കിൽ കൂടി അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും അത് വാങ്ങി ഞാറ്റടി ഉടനെ തന്നെ തയ്യാറാക്കി കൃഷി ഇറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്നാണ് കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതേസമയം ഞാറ് നശിച്ച കർഷകർക്ക് അവരുടെ നഷ്ടം കണക്കാക്കി ആവശ്യമായ വിത്തിന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായി കൃഷിഭവൻ അധികൃതർ അറിയിച്ചു. സീഡ് അതോറിറ്റിയാണ് വിത്ത് നൽകേണ്ടതെന്നും ഇത് നേരിട്ട് വാങ്ങാൻ കഴിയില്ലെന്നും ലഭ്യമാകുന്ന മുറയ്ക്ക് കർഷകർക്ക് വിതരണം ചെയ്യുമെന്നും കൃഷിഭവൻ അധികൃതർ വ്യക്തമാക്കി. CCTV ന്യൂസ്, പുന്നൂർക്കുളം. ബണ്ട് തകർന്ന് കൃഷി നശിച്ച കാട്ടാക്കമ്പാൽ താമരവട്ടം കോൾപ്പടവിൽ കർഷകർ വീണ്ടും ഞാറ് നട്ടു. ഏക്കറിന് 5,000 രൂപയ്ക്ക് ഞാറ് വാങ്ങിയാണ് കർഷകർ വീണ്ടും കൃഷി ഇറക്കിയത്. ഞാറ് നടാൻ ഏക്കറിന് 5,300 രൂപയും ചെലവ് വന്നു. ബണ്ട് തകർന്ന് കൃഷി നശിച്ച കർഷകർക്ക് സർക്കാർ സഹായമൊന്നും ലഭിച്ചില്ലെന്ന് കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് തമ്പി മാസ്റ്റർ, സെക്രട്ടറി തിലകൻ എന്നിവർ അറിയിച്ചു. സമീപത്തെ വാവേക്കർ കോൾപ്പടവിൽ നിന്ന് ഊറ്റുവെള്ളം ഒലിച്ചിറങ്ങുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. മോട്ടോർ അടിച്ച് വെള്ളം വറ്റിച്ചാണ് ഞാറുനടിൽ നടത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ 6-നാണ് ബണ്ട് തകർന്നത്. സമീപത്തെ വാവേക്കർ കോൾപ്പടവിന്റെ ബണ്ട് വരമ്പാണ് ആദ്യം തകർന്നത്. വാവേക്കർ കോൾപ്പാടം നിറഞ്ഞപ്പോൾ ബണ്ട് നിറഞ്ഞൊഴുകി താമരവട്ടം കോൾപ്പടവിൽ നെൽകൃഷിയും നശിക്കുകയായിരുന്നു. 40 ഏക്കർ പാടത്ത് ഞാറുനട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ബണ്ട് പൊട്ടിയത്. വെള്ളത്തിന്റെ ഒഴുക്കും മണ്ണ് ചാക്കുകൾ നിരത്തി താൽക്കാലികമായി തടഞ്ഞാണ് കർഷകർ വീണ്ടും പമ്പ് ചെയ്ത് വെള്ളം വറ്റിച്ചത്. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ച ഭാഗത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നുവെന്ന പരാതിയിൽ ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഫയലാക്കിയ ഹർജിയിൽ
ലോക് അദാലത്തിന്റെ തീർപ്പ് പ്രകാരം നഗരസഭയും പോലീസുമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ അജു എം ജോണി, ER ഗോപിനാഥൻ, PV ഗിരീഷ്, KB ജയഘോഷ് എന്നിവരാണ് ഇതു സംബന്ധിച്ച് പരാതി നൽകിയത്. 1 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പാലത്തിനു താഴെ സൗന്ദര്യവൽക്കരണം നടത്താൻ തീരുമാനിച്ചിരുന്നു. ഓപ്പൺ ജിം, ഫുഡ് സ്ട്രീറ്റ് എന്നിവ നിർമ്മിക്കാനായിരുന്നു തീരുമാനം നടപ്പിലാക്കാത്തതിനെ തുടർന്ന് പാലത്തിനു താഴെ സാമൂഹ്യവിരുദ്ധരും നാടോടികളും തമ്പടിക്കുകയായിരുന്നു. മദ്യപിച്ച് വഴക്ക് പതിവായതിനെ തുടർന്ന് സഹികെട്ടാണ് പാലത്തിനു താഴെയുള്ള വ്യാപാരികൾ നിയമ നടപടിയിലേക്ക് കടന്നത്. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാടോടികൾ സ്ഥലം വിട്ടിട്ടില്ല. വർഷങ്ങളായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെണ്ട നിർമ്മാണ നാടോടി സംഘം മണ്ഡല മകരവിളക്കു സീസണിൽ ഗുരുവായൂരിൽ എത്താറുണ്ട്. മണ്ഡലകാലം കഴിയുന്നതോടെ ഇവർ തിരിച്ചുപോകും. സീസൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടോടികളെ ഒഴിപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് നഗരസഭയും പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. പാലത്തിനു താഴെക്കൂടെയുള്ള ഗതാഗത നിയന്ത്രണത്തിനുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു. പാലത്തിനു താഴെ ആഴ്ചയിൽ ഫോഗിംഗ് നടത്താനും 2 ആഴ്ച കൂടുമ്പോൾ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പാലത്തിനു താഴെ ലഘുഭക്ഷണശാലകൾ ആരംഭിക്കുന്നതിന് ടെൻഡർ നൽകും. ഇതു സംബന്ധിച്ച് അടുത്ത കൗൺസിൽ യോഗത്തിൽ തീരുമാനമാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. കാണിപ്പയ്യൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാവിലെ 8:30 അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചായിരുന്നു അപകടം. കടകളിലേക്ക് സാധനങ്ങളുമായി എത്തിയ വാഹനങ്ങളിലാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചത്. അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായും ഫ്രൂട്ട്സ് കട പൂർണ്ണമായും തകർന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ മാധ്യമ പ്രവർത്തനത്തിന് കാലാതീതമായ സ്വീകാര്യതയുണ്ടാകുമെന്ന് ദൂരദർശൻ റിട്ടയർഡ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ R. ബാലകൃഷ്ണൻ കുന്നംകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളിൽ പലപ്പോഴും വായനക്കാർ ആഗ്രഹിക്കുന്ന വാർത്തകൾ ലഭ്യമാകുന്നില്ല. പുതിയ കാലത്ത് സത്യസന്ധമായ വാർത്തകളിലല്ല, ബ്രേക്കിംഗ് ന്യൂസുകളിലും റേറ്റിംഗിലുമാണ് മാധ്യമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും R. ബാലകൃഷ്ണൻ പറഞ്ഞു. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റമുണ്ടെങ്കിലും പൊതു സ്വീകാര്യത പരമ്പരാഗത മാധ്യമങ്ങൾക്കാണ്. വിശ്വാസ്യതയാണ് ഇതിനു കാരണം. വാർത്തകൾ സ്വാഭാവികമായി രൂപപ്പെടുന്നതാണ്. വാർത്തകളിൽ ചർച്ചകൾക്കും അതിഭാഷണങ്ങൾക്കും അമിത പ്രാധാന്യം ലഭിക്കുന്നത് ആശാസ്യകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ ഒരു ദിനപത്രത്തിന്റെ ലേഖകൻ അങ്ങനെ എഴുതൂല. കാരണം അയാളുടെ ഉത്തരവാദിത്തം സമൂഹത്തോടുള്ളൊരു ഉത്തരവാദിത്വം, സമൂഹത്തോടൊരു പ്രതിബദ്ധത ഉള്ളവരാണ് ലേഖകന്മാർ. ആ പ്രതിബദ്ധതയുടെ അളവ് കുറച്ച് കുറഞ്ഞു പോകുന്നു ദൃശ്യമാധ്യമത്തിലേക്ക് വരുമ്പോൾ. അത് വല്ലാതെ കുറഞ്ഞു പോയി ഇപ്പോൾ ആധുനിക അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലേക്ക് ഓൺലൈൻ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടാകുന്നത്. നമ്മൾ ഓൺലൈൻ മാധ്യമത്തെ വല്ലാതെ പുകഴ്ത്തുകയോ ഓൺലൈൻ മാധ്യമത്തിൽ വരുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത് ഇത് സാർവജനികമായ സർവ്വസാധാരണമായതുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി വർദ്ധിക്കുന്നില്ല, ഗുണനിലവാരം വർദ്ധിക്കുന്നില്ല. ഇപ്പൊ വിദ്യാഭ്യാസം സർവ്വസാധാരണ, എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വർദ്ധിച്ചു വരുന്നതാണ് ചോദ്യം. പ്രസ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാലയിൽ പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അധ്യക്ഷനായി. മുൻ പ്രസിഡന്റുമാരായ C. ഗിരീഷ് കുമാർ, CF ബെന്നി, CCTV സീനിയർ ക്യാമറാമാനും പെരുമ്പിലാവ് ന്യൂസ് ബ്യൂറോ റിപ്പോർട്ടറുമായ ഹരി ഇല്ലത്ത് എന്നിവർ ക്ലാസുകൾ നയിച്ചു. രാഷ്ട്രീയ, മാധ്യമ, വിദ്യാഭ്യാസ, സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ സംബന്ധിച്ചു. സെക്രട്ടറി മുഹമ്മദ് അജ്മൽ സ്വാഗതവും ട്രഷറർ മുകേഷ് കൊങ്ങണൂർ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, കുന്നംകുളം. പാറമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നവീകരിച്ച അൾത്താരയുടെ വെഞ്ചിരിപ്പ് ഞായറാഴ്ച നടക്കും. രാവിലെ 9:30 തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അൾത്താര വെഞ്ചിരിപ്പിനും ദിവ്യബലിക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവക വികാരി ഫാദർ പോൾ അറക്കൽ സഹകാർമ്മികനാകും. കൈക്കാരന്മാരായ MS പോൾ, MK ഷാജു, സജി K മഞ്ഞളി, അൾത്താര നിർമ്മാണ കമ്മിറ്റി കൺവീനർ MT പോൾസൺ, VL തോമസ് എന്നിവർ നേതൃത്വം നൽകും. സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് പുരോഗമന വിദ്യാഭ്യാസത്തിലേക്ക് മാറിയതോടെ കുട്ടികളുടെ പഠന നിലവാരത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായതായി മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് കണ്ടാണശ്ശേരി പഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തുന്ന രക്ഷാകർതൃ ശാക്തീകരണ പദ്ധതിയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള പാരന്റിംഗ് ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷിതാക്കളുടെ പഠനകാലത്ത് നിന്നും കാതലായ വ്യത്യാസമാണ് പുതിയ കാലത്തുണ്ടായിട്ടുള്ളത്. ലോകത്തിന്റെ വളർച്ചയ്ക്കൊപ്പം വിദ്യാഭ്യാസം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് 2016 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉൾപ്പെടെ ആവിഷ്കരിച്ചത്.
പുരോഗമന വിദ്യാഭ്യാസം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ പാരന്റിംഗ് സുഗമമായി നടക്കൂ എന്നും പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു. പഴയ വിദ്യാഭ്യാസം എന്നാൽ സാമ്പ്രദായിക വിദ്യാഭ്യാസം എന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന 99% പേരും സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വന്നവരാണ്. അതുകൊണ്ട് നമുക്കെല്ലാം സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാകും. ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് അധ്യാപകൻ വേണ്ടത് എന്നൊക്കെ. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസം അതല്ല. ഇന്നത്തെ വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയും, പുരോഗമന വിദ്യാഭ്യാസം എന്ന് പറയും. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാലേ ഈ കാലത്ത് പാരന്റിങ് എങ്ങനെ വേണം എന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ വേറൊരു വിദ്യാഭ്യാസം, പ്രതിലോമ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒന്നുണ്ട്. അത് അങ്ങനത്തെ വിശദീകരണത്തിലല്ല ഞാൻ പോകുന്നു, എങ്കിലും അതായിരിക്കും. അപ്പൊ സാമ്പ്രദായിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചു പോകുന്ന വിദ്യാഭ്യാസം, അത് നല്ലതാണ്, നമ്മുടെ കാരണം സ്വാഭാവികം, നമുക്ക് ശീലം അതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലൂടെ നിലനിൽക്കുന്ന വ്യവസ്ഥ അങ്ങനെ തന്നെ നിലനിന്നു പോയിരുന്നു. മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. സംഘാടക സമിതി കൺവീനർ ലാർസൻ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ NA ബാലചന്ദ്രൻ, ഷക്കീല ഷമീർ, നിവ്യ റിനീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സെക്രട്ടറി PR സത്യപാലൻ എന്നിവർ സംസാരിച്ചു. ശില്പശാലയുടെ ഭാഗമായി നടന്ന പൊതുചർച്ചയിൽ ജനപ്രതിനിധികൾ, പ്രധാനാധ്യാപകർ, PTA ഭാരവാഹികൾ, വെൽഫെയർ കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിലെ കണക്കിൽ കൃത്രിമം കാണിച്ച് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേനടയിലെ സ്വകാര്യ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് പാലിയൂർ തുപ്പത്ത് വീട്ടിൽ സന്ദീപ് T ചന്ദ്രനെയാണ് ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വിവാഹങ്ങൾക്കും മുറികൾക്കും അഡ്വാൻസായി നൽകുന്ന തുക രശീതിയിൽ കൃത്രിമം കാട്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ലോഡ്ജ് ഉടമകളുടെ പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താനായി MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. ഏപ്രിൽ-മെയ് മാസത്തോടെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്ന് MLA ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകി. അടുത്ത മാസം 2-ന് നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി വീണ്ടും യോഗം ചേരും. കിഫ്ബി ഫണ്ടിൽ നിന്നും 76.50 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. 1888-ലാണ് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. ലോവർ ഗ്രൗണ്ട് ഉൾപ്പെടെ 7 നിലകളിലായി 1,45,032 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 22 ICU ബെഡ് ഉൾപ്പെടെ 112 ബെഡുകളാണ് സജ്ജീകരിക്കുന്നത്. 1.35 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണിയും 100 KLD ശേഷിയുള്ള STPയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോവർ ഗ്രൗണ്ട് നിലയിൽ സ്റ്റോർ, സർവീസ്, മോർച്ചറി, ഫയർ പമ്പ് റൂം, ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എന്നിവയും ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, കാഷ്വാലിറ്റി, എക്സ്റേ, CT, അൾട്രാസൗണ്ട്, മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകളും ഒരുക്കും. 1-ാം നിലയിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിനായി 10 കൺസൾട്ടേഷൻ റൂമുകളും അതിനോടനുബന്ധിച്ചുള്ള പ്രൊസീജിയർ റൂമുകളും, 2-ാം നിലയിൽ 60 വാർഡ് ബെഡുകളും 4 ഐസൊലേഷൻ റൂമുകളും, 3-ാം നിലയിൽ 12 ICU ബെഡുകളും 8 ഐസൊലേഷൻ റൂമുകളും 30 വാർഡ് ബെഡുകളും, 4-ാം നിലയിൽ 4 ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് ICU സൗകര്യത്തോടെയുള്ള പ്രെപ്പ്, പോസ്റ്റ് OP, റിക്കവറി ബെഡുകളും സജ്ജമാക്കും. 5-ാം നിലയിലായി HVAC, CSCD മുതലായ സേവനങ്ങളാണ് ക്രമീകരിക്കുക. കുന്നംകുളം നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന ആധുനിക ആശുപത്രി കെട്ടിടം കുന്നംകുളം നഗരവികസനത്തിന്റെ നാഴികക്കല്ലാകും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, ഇൻകൽ പ്രതിനിധി R തമ്പി, റൈറ്റ്സ് പ്രതിനിധികളായ ദേവ ആനന്ദ്, അനുഷ്മോൻ, ബബിത രാജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ കുറുനരിയെ പേവിഷബാധയേറ്റെന്ന് സംശയിക്കുന്ന നിലയിൽ കണ്ടെത്തി. ചിറ്റഞ്ഞൂരിൽ പാതയോരത്തെ പൊതുകാനിയിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു കുറുനരി. തുടർന്ന് മേഖലയിലെ DYFI പ്രവർത്തകർ വിവരമറിയിച്ചതിനെ തുടർന്ന് എരുവപ്പെട്ടി വനവകുപ്പ് അധികൃതരെത്തി കൊണ്ടുപോയി. മറ്റ് മൃഗങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ പരിശോധിച്ചു വരികയാണ്. സംഭവത്തെ തുടർന്ന് മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
വെന്മനാട് MASM സ്കൂൾ വജ്ര ജൂബിലി സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ MLA മുരളി പെരുന്നെല്ലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ വജ്ര ജൂബിലി സന്ദേശം നൽകി. മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനും ഗുരുവായൂർ മുൻ MLAയുമായ KV അബ്ദുൽ ഖാദർ വജ്ര ജൂബിലി സുവനീർ കവർ പേജ് പ്രകാശനം നിർവഹിച്ചു. ജൂബിലി വർഷത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച 60 ദിന പരിപാടികളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി വീഡിയോ വജ്ര സുഹൃതങ്ങൾ ഗുരുവായൂർ MLA NK അക്ബർ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപികയായ ബഹിയയുടെ മിസ്റ്റിക് കവിതാ സമാഹാരം റൂഹെ പ്രകാശനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെരീഫ് ചിറക്കൽ, ഗുരുവായൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ, പാവർട്ടി പഞ്ചായത്ത് വാർഡ് മെമ്പർ സുധ ടീച്ചർ, മുസ്ലിം ലീഗ് മുൻ ജില്ലാ സെക്രട്ടറി EP കമറുദ്ദീൻ, ഡോക്ടർ V അബൂബക്കർ എന്നിവർ സംസാരിച്ചു. വജ്ര ജൂബിലി സംഘാടക സമിതി ചെയർമാൻ VM കരീം മാസ്റ്റർ സ്വാഗതവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപിക അമീന അൽമാസ് നന്ദിയും പറഞ്ഞു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ K ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. VHSE പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റസാഖ്, ഹെഡ് മാസ്റ്റർ C ജോയ് ചെറിയാൻ, PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല, മദർ PTA പ്രസിഡന്റ് സബിത ഷാജി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിൽസൺ തോമസ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടൽ വില്ലേജ് ഓഫീസിന് ഇൻവെർട്ടർ ലഭിച്ചു. വെള്ളർക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിലെ സേവന പ്രവർത്തനങ്ങൾ ഓൺലൈൻ മുഖേനയായ സാഹചര്യത്തിൽ വൈദ്യുതി ഇല്ലാത്ത സമയങ്ങളിൽ പൊതുജനങ്ങൾക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി കിടങ്ങൂർ സ്വദേശിയായ തന്റെ പ്രവാസി സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഓഫീസിലേക്ക് അനുയോജ്യമായ ഇൻവെർട്ടർ ലഭ്യമാക്കുകയായിരുന്നു. ഇൻവെർട്ടർ വില്ലേജ് ഓഫീസർക്ക് കൈമാറി സ്വിച്ച് ഓൺ കർമ്മം KK മണി നിർവഹിച്ചു. അവസരോചിതമായ ഇടപെടൽ നടത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ ഓഫീസിൽ അഭിനന്ദിച്ചു. പ്രവർത്തന മികവിന് അഖിലേന്ത്യാ തലത്തിൽ പുരസ്കാരം നേടിയ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ മഹിളാ സംഘടനയുടെ ആളൂർ യൂണിറ്റിന് അനുമോദനം. അഖിലേന്ത്യാ തലത്തിൽ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ മഹിളാ സംഘടനയായ ലജ്ന ഇമ ഇല്ലാഹ് യൂണിറ്റിനെയാണ് ആളൂർ അഹമ്മദിയ മിഷൻ ഹൗസിൽ ചേർന്ന ചടങ്ങിൽ അനുമോദിച്ചത്. പ്രവർത്തന മികവിൽ അഖിലേന്ത്യാ തലത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയതിന് പഞ്ചാബിലെ ഗാദിയാനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി തിരിച്ചെത്തിയ സംഘടനാ അംഗങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു. മൗലവി ഗുലാം അഹമ്മദ്, അബ്ബാസ് സാലൂർ, റുസ്തം അഹമ്മദി, അയാൻ അഹമ്മദ്, റസീന അൻസാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ പഠനാരംഭം കുറിക്കുന്ന തഗ്രീബെ ബിസ്മില്ലാഹ് ചടങ്ങിന്റെ ഉദ്ഘാടനം ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള മണലൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് പാവർട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സജ്ജമാക്കിയ പൊതുസമ്മേളനവേദിയായ KK ശങ്കരൻ നഗറിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA പതാക ഉയർത്തി. 173 ബ്രാഞ്ചുകളുടെ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ലോക്കൽ കമ്മിറ്റികളെയും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് മണലൂർ ഏരിയ സമ്മേളനം ഇന്ന് ഇവിടെ പതാക ഉയർത്തിയോടുകൂടി ആരംഭിക്കുകയാണ്. ധീര രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സഹാക്കൾ വിളിച്ച ആ മുദ്രാവാക്യം ഒരു കാരണവശാലും വൃഥാവിലാകില്ല. ആ രക്തസാക്ഷികളുടെ ആ ചോര വീണ ആ പ്രദേശങ്ങളിൽ ഈ പ്രസ്ഥാനം ഇല്ലാതാകുകയല്ല, അത് കടുത്ത ശക്തിയോടുകൂടി മുന്നോട്ട് പോകും എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ആവേശകരമായ പരിപാടികളാണ് ഇപ്പം ഇവിടെ നടന്നത്. ഏരിയ സെക്രട്ടറി CK വിജയൻ സമ്മേളന നഗരിയിൽ ദീപശിഖ ജ്വലിപ്പിച്ചു. തൈക്കാട് ഫാസിലിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും PA രമേശൻ നയിച്ച പതാക ജാഥയും അന്തിക്കാട്ടെ രക്തസാക്ഷികളായ PK നാരായണൻ, ചങ്കരംകണ്ടത്ത് സുബ്രഹ്മണ്യൻ എന്നിവരുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും VN സുർജിത്ത് നയിച്ച കൊടിമര ജാഥയും എലവത്തൂരിലെ മുജീബ് റഹ്മാൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആഷിഖ് വലിയകത്ത്, തിരുനെല്ലൂരിലെ ഷിഹാബുദ്ദീൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും AK ഹുസൈൻ എന്നിവർ നയിച്ച ദീപശിഖ ജാഥകളും പാവർട്ടി സെന്ററിൽ സംഗമിച്ചു. അത്ലറ്റുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് ജാഥകൾ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നത്. സമ്മേളന നഗരികളിൽ പഴയകാല സമര പോരാട്ടങ്ങളെ അനുസ്മരിക്കുന്ന എക്സിബിഷൻ കൗണ്ടറുകളും ജനറൽ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെയും സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെയും സ്ക്വയറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. സുഹൃത്തിനെ ഇരുമ്പ് കമ്പി കൊണ്ട് തലയ്ക്ക് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം തെന്മല ആനന്ദഭവനിൽ അർജുനനെയാണ് ഇൻസ്പെക്ടർ G അജയ്കുമാർ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കൊറ്റാളി കുറ്റിയിൽ വീട്ടിൽ ഷെല്ലിയെയാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷെല്ലി തൃശൂർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ അബോധാവസ്ഥയിലാണ്. ഇരുവരും വീട്ടിൽ പിണങ്ങി ഗുരുവായൂരിലെത്തി കൂലിപ്പണിയെടുത്ത് കഴിയുകയാണ്. ഇന്നർ റിംഗ് റോഡിൽ ഇരുന്ന് മദ്യപിക്കുന്നതിനിടെയുണ്ടായ വാക്കുതർക്കത്തിനൊടുവിൽ ആണ് സംഘടനമുണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഒന്നാം നിലയുടെ നിർമ്മാണ ഉദ്ഘാടനവും ചൊവ്വാഴ്ച നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചൊട്ടിപ്പാറൻ സ്കൂൾ എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്ന 1926 സ്ഥാപിതമായ ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ അതിന്റെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തമായി കെട്ടിടം എന്നതിലേക്ക് മാറുകയാണ്. കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴയിൽ ചൊട്ടിപ്പാറൻ തറവാട്ടുകാരനവരായിരുന്ന അയ്യപ്പനാണ് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. സ്ഥലത്തെ വാടക കെട്ടിടത്തിലാണ് കഴിഞ്ഞ 100 വർഷത്തോളമായി സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. സ്കൂളിനു വേണ്ടി കടപ്പുറം പഞ്ചായത്ത് 30 സെന്റ് സ്ഥലം വാങ്ങി നൽകിയതിനെ തുടർന്ന് ഗുരുവായൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 99.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 ക്ലാസ് മുറികളും ഒരു ഓഫീസ് റൂം, ടോയ്ലറ്റ്, വരാന്ത, സ്റ്റെയർകേസ് റൂം എന്നിവയാണ് നിലവിൽ പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചത്. സിമന്റ് ബ്ലോക്ക് ഉപയോഗിച്ചുള്ള ഭിത്തി നിർമ്മാണം, പ്രസ്ഡ് സ്റ്റീൽ ഉപയോഗിച്ചുള്ള വാതിലുകളും ജനലുകളും, വിട്രിഫൈഡ് ടൈൽ ഫ്ലോറിംഗ്, ടൈൽ പതിച്ച ടോയ്ലറ്റുകൾ, എമൽഷൻ പെയിന്റിംഗ്, മുകളിലെ നിലയിൽ ഷീറ്റ് റൂഫിംഗ് എന്നിങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്കായി 6.70 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മുകൾ നിലയിൽ ക്ലാസ് റൂം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ കൂടി MLAയുടെ ആവശ്യപ്രകാരം 2024-25 ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. ചൊവ്വാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ MLA NK അക്ബർ അധ്യക്ഷനാകും. CCTV ന്യൂസ് ചാവക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൺമറഞ്ഞുപോയ സംഘടനയുടെ മുൻകാല ഭാരവാഹികളെ അനുസ്മരിക്കാനായി നേതൃസ്മൃതി സംഘടിപ്പിച്ചു. CV സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് സംഘടനാ ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മൺമറഞ്ഞുപോയ മുൻകാല ഭാരവാഹികളായ C. മാത്യു ജോൺ, PW സക്രിയ, PN മാധവൻ, MV ജോൺ, KK രാമകൃഷ്ണൻ, KR രാജൻ, CT പീറ്റർ, TV തോമസ്, EK ശ്രീധരൻ എന്നിവരെയാണ് അനുസ്മരിച്ച് മൺചിരാതിൽ ദീപം തെളിയിച്ചത്. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷനായി. സാംസ്കാരിക വേദി കൺവീനർ VC ഗീവർഗീസ്, KG പാറുക്കുട്ടി, TA സുകുമാരൻ, പ്രൊഫസർ വിഷ്ണു PS, സൗത്ത് യൂണിറ്റ് സെക്രട്ടറി P. രാജഗോപാൽ, നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് TK രവി, സെൻട്രൽ യൂണിറ്റ് സെക്രട്ടറി അന്നമ്മ ടീച്ചർ തുടങ്ങിയവർ അനുസ്മരണം നിർവഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ് സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി നന്ദിയും പറഞ്ഞു. എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള എളവള്ളി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. മുരളി പെരുന്നെല്ലി MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ, ജനപ്രതിനിധികളായ NB ജയ, ലിസി വർഗീസ്, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജോഷ് തമ്പി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി എന്നിവർ സംസാരിച്ചു. നിലവിൽ 5 ഉപകേന്ദ്രങ്ങളാണ് എളവള്ളി പഞ്ചായത്തിലുള്ളത്. വാഗ, കടവല്ലൂർ, ബ്രഹ്മകുളം, എളവള്ളി, പൂവത്തൂർ എന്നിവിടങ്ങളിലാണ് ഉപകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. വാഗ, ബ്രഹ്മകുളം എന്നീ ഉപകേന്ദ്രങ്ങൾക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും നിലവിലുണ്ട്. 3ാമത്തെ ഉപകേന്ദ്രത്തിനാണ് കാക്കശ്ശേരിയിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. പാവറട്ടി സ്വദേശി OK വൈദ്യർ സൗജന്യമായി ഗ്രാമപഞ്ചായത്തിന് കൈമാറിയ 21 സെന്റ് സ്ഥലത്താണ് ഉപകേന്ദ്രം നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന് ഹെൽത്ത് ഗ്രാന്റായി ലഭിച്ച 55,50,000 രൂപയാണ് കെട്ടിടം നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടുള്ളത്. 1550 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിൽ ലബോറട്ടറി, ഇമ്മ്യൂണൈസേഷൻ മുറി, വരാന്ത, കാത്തിരിപ്പ് മുറി, പരിശോധനാ മുറി, ശുചിമുറികൾ കൂടാതെ മുകളിലെ നിലയിൽ നഴ്സുമാർക്ക് താമസിക്കുന്നതിനുള്ള കിടപ്പുമുറി, ഡൈനിംഗ് മുറി, അടുക്കള, വിശ്രമമുറി എന്നിവയും ഉപകേന്ദ്രത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. പെരുമ്പ്ലാവ് പാതാക്കര ചേതന ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലോക ധ്യാന ദിനം ആചരിച്ചു. പറവൂർ ശിവക്ഷേത്ര ആൽത്തറയിൽ നടന്ന ദിനാചരണം കർഷക അവാർഡ് ജേതാവ് M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. കഥകളി ആചാര്യൻ രാജീവ് പൂശപ്പള്ളി അധ്യക്ഷനായി. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ മുഖ്യാതിഥിയായി. 2 മാസമായി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാതാക്കരയിലെ 50ഓളം സ്ത്രീകൾക്കായി സൗജന്യ പരിശീലനം നടത്തി വരുന്നുണ്ട്. യോഗാചാര്യൻ മനീഷ് മേൽവീട്ടിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. 11 മുതൽ 72 വയസ്സുവരെ പ്രായമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മാനസിക ശാരീരിക ആരോഗ്യത്തിനായി സംഘടിപ്പിക്കുന്ന ക്യാമ്പ് പ്രദേശത്തെ 100 വീടുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. കിടപ്പാടം ജപ്തി ചെയ്തതിനെ തുടർന്ന് വിറകുപുരയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥിയെയും മക്കളെയും നാട്ടുകാർ വീട്ടിൽ കയറ്റിയതിന് തൊട്ടു പിന്നാലെ ബാങ്ക് അധികൃതരെത്തി വീടിന്റെ വാതിൽ പലക വെച്ച് അടച്ചതായി ആക്ഷേപം. പുന്നൂർക്കുളം കിഴക്കേച്ചെറായി കരുമത്താഴത്ത് അമ്മിണിക്കാണ് ദുരവസ്ഥ. അമ്മിണിയും മകനും മകളുമാണ് വീട്ടിൽ താമസം. കഴിഞ്ഞ 13-ന് കേരള ബാങ്ക് വടക്കേക്കാട് ശാഖ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിലെത്തി അമ്മിണിയെ പുറത്താക്കി വാതിൽ അടച്ചുപൂട്ടി സീൽ വെച്ചത്.
ഈ സമയം അമ്മിണി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർ തളർന്നു വീണു. അമ്മിണിയുടെയും മക്കളുടെയും ഫോണും വസ്ത്രങ്ങളും പതിവായി കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളും വീട്ടിനകത്തായിരുന്നു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് വാതിൽ തുറന്ന് ഇവരുടെ മരുന്നും സാമഗ്രികളും എടുത്തു നൽകിയത്. ഇതിനെതിരെ ബാങ്കുകാർ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ പലക പൊളിച്ച് വീട് തുറന്നു. ലോൺ തീർക്കാനുള്ള ശ്രമം സജീവമായി നടക്കുമ്പോൾ ബാങ്കുകാർ വീണ്ടും എത്തി വാതിലിൽ പട്ടിക അടിച്ച് വീണ്ടും പൂട്ടുകയാണുണ്ടായത്. ഇതിൽ നാട്ടുകാരിൽ കടുത്ത പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. ബാങ്ക് ശത്രുതാ മനോഭാവത്തിൽ ഇടപെടുന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന മകളുടെ മകളും അവധിക്കെത്തി വീട്ടിലുണ്ട്. മാവേലിക്കര രാജാ രവിവർമ്മ ആർട്സ് കോളേജിൽ പഠിക്കുന്ന രണ്ടാമത്തെ മകളോട് വീട് ജപ്തി ചെയ്തതിനാൽ അവധിക്ക് വീട്ടിലേക്ക് വരണ്ട എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ വീട് തുറന്നുകൊടുത്ത സന്തോഷത്തിൽ വെള്ളിയാഴ്ച വീട്ടിലെത്തിയപ്പോഴാണ് ബാങ്കിന്റെ നടപടിയുണ്ടായത്. 2014 മകളുടെ വിവാഹത്തിനാണ് കേരള ബാങ്ക് വടക്കേക്കാട് ശാഖയിൽ 8 സെന്റ് ഭൂമി ഈട് നൽകി 4 ലക്ഷം രൂപ വായ്പ എടുത്തത്. 2.5 ലക്ഷം അടച്ചു. ഇനി 4 ലക്ഷം രൂപ കൂടി ബാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് ബാങ്ക് ജപ്തി നടത്തിയത്. അമ്മിണിയുടെ ഭർത്താവ് കുട്ടൻ ഏതാനും വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ചു മരിച്ചിരുന്നു. ലോൺ അവസാനിപ്പിക്കാൻ നാട്ടുകാരും സംഘടനകളും പണം സ്വരൂപിക്കുന്നുണ്ട്. CCTV ന്യൂസ്, പുന്നൂർകുളം. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ സ്കൂളിന് മുന്നിൽ ക്ലോത്ത് ബാങ്ക് സ്ഥാപിച്ചു. ആവശ്യക്കാർക്ക് സൗജന്യമായി വസ്ത്രങ്ങൾ എടുക്കാവുന്ന ക്ലോത്ത് ബാങ്കിൽ ഒരിക്കൽ മാത്രം ഉപയോഗിച്ചതും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കാം. ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അനിത സി മാത്യു, വാർഡ് മെമ്പർ PJ ജ്യോതിസ്, PTA പ്രസിഡന്റ് വിജിത പ്രജി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ പ്രവർത്തനത്തെ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തേതിൽ അഭിനന്ദിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്യാപ്റ്റൻ KV ജിഫി എന്നിവർ നേതൃത്വം നൽകി. കേരള മുനിസിപ്പൽ കണ്ടീജന്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ നഗരസഭയിൽ അവകാശ ദിനാചരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തി. ജില്ലാ സെക്രട്ടറി V ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷനർ MK മണി അധ്യക്ഷത വഹിച്ചു. MK ദേവാനന്ദൻ, ജെയിംസ് സാലൂർ, KK ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് എഴുത്തുമുറി വാട്സപ്പ് കൂട്ടായ്മ സാഹിത്യ പുരസ്കാരം നൽകുന്നു. 2023 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിന് 5555 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം 2025 ജൂലൈയിൽ എഴുത്തുമുറി വാർഷിക സമ്മേളനത്തിൽ സമർപ്പിക്കും. സൃഷ്ടികൾ ഫെബ്രുവരി 28 മുൻപായി എഴുത്തുമുറി സാഹിത്യ കൂട്ടായ്മ, ഒരുമനിയൂർ ജനസേവ കേന്ദ്രം, വില്യംസ് 680-512 എന്ന വിലാസത്തിൽ അയക്കണം. 3 വർഷത്തോളമായി രൂപീകരിച്ച കൂട്ടായ്മ നിരവധി സാഹിത്യ പരിപാടികൾ സംഘടിപ്പിക്കുകയും 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3ാമത്തെ പുസ്തകം അടുത്ത വർഷത്തെ പുരസ്കാര ചടങ്ങിൽ പ്രകാശനം ചെയ്യുമെന്നും ദിവസവും വ്യത്യസ്തവും പുതുമയുള്ളതുമായ സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായും ഭാരവാഹികളായ അഹമ്മദ് മോനുദ്ദീൻ, ദിലീപ് അഞ്ചങ്ങാടി, മെഹറനീസ ബഷീർ, ഷൈബി വത്സൻ, ഷബ്ന ഹാഷിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വന്നൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളുടെ നേതൃത്വ പാഠവും വർദ്ധിപ്പിച്ച് അവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്ന പ്രമേയത്തിൽ ഊന്നിക്കൊണ്ടാണ് സമഗ്ര ശിക്ഷാ കേരളം ചൊവ്വന്നൂർ BRC ഡിസംബർ 21 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം നടത്തിയത്. സമദർശി 2K24 എന്ന പേരിൽ കുന്നംകുളം നഗരസഭാ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ മിനി മോൺസി അധ്യക്ഷയായി. തൃശൂർ DPC ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, സുവിധം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ചാന്ദിനി ടീച്ചർ, മുൻ BPC VV വേണുഗോപാൽ, BRC ട്രെയിനർ P ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഇൻക്ലൂസീവ് സ്പോർട്സ്, സ്പെഷ്യൽ സ്കൂൾ കലോത്സവം എന്നിവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ തൃശൂർ SSK DPO KB ബ്രിജി ആദരിച്ചു. ചടങ്ങിന് ചൊവ്വന്നൂർ BRC BPC C അനീഷ് ലോറൻസ് സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ PP വിൽസി നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിനു ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഗീത വിരുന്നും ക്രിസ്തുമസ് CCTV ന്യൂസ് കുന്നംകുളം.
കുന്നംകുളം നഗരസഭ 2024-2025 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അടുക്കള മുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ലക്ഷ്യത്തോടെ നഗരസഭയിൽ ഉൾപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട 500 ഗുണഭോക്താക്കൾക്ക് 45 മുതൽ 60 ദിവസം വരെ പ്രായമുള്ള 5 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വീതം പദ്ധതിയിലൂടെ വിതരണം ചെയ്യും. കുന്നംകുളം വെറ്റിനറി പോളിക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സജിനി പ്രേമൻ, പ്രിയ സജീഷ്, T സോമശേഖരൻ, വാർഡ് കൗൺസിലർ പ്രസുന്ന തുടങ്ങിയവർ സംസാരിച്ചു. വെറ്റിനറി പോളിക്ലിനിക് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ PM ജയ്ക്കോ സ്വാഗതവും വെറ്റിനറി സർജൻ ഡോക്ടർ സിജി S രാജ് നന്ദിയും പറഞ്ഞു. പഴുനാന ശ്രീ വേട്ടക്കരൻകാവ് ക്ഷേത്രത്തിലെ ഊട്ടുപുര സമർപ്പണം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കും. ആറ്റുപുറം കുടുംബം ഭഗവത് പ്രീതിക്കായി സമർപ്പിക്കുന്ന ഊട്ടുപുര സമർപ്പണം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് മണ്ണൂർ ശ്രീരാമാനന്ദാശ്രമത്തിലെ സ്വാമി ഡോക്ടർ ധർമാനന്ദയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രമൂരാളൻ P സതീശൻ രാജയുടെ അധ്യക്ഷതയിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തും. ഗുരുവായൂർ ക്ഷേത്രമൂരാളനും ഭരണസമിതി അംഗവുമായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പ്രശസ്ത വാസ്തു തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ സംസാരിക്കും. അന്നേ ദിവസം കാലത്ത് ക്ഷേത്രത്തിൽ തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജയും നവകം, പഞ്ചഗവ്യം, ചാന്താട്ടം തുടങ്ങി ഭഗവത് പ്രസാദത്തിനായുള്ള താന്ത്രിക കർമ്മങ്ങളും ഉണ്ടാകും. ചാന്താട്ട പ്രസാദം നടത്താനാഗ്രഹിക്കുന്നവർ ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെടണം. CCTV ന്യൂസ്, വേലൂർ. ആൽത്തറയിൽ കടന്നൽ ഭീഷണിയിൽ പ്രദേശവാസികൾ ദുരിതത്തിൽ. വില്ലേജ് ഓഫീസിനും സമീപത്തുള്ള വീട്ടുകാരാണ് ഭീതിയിൽ കഴിയുന്നത്. രാത്രിയിൽ വൈദ്യുത വെളിച്ചം കണ്ട് കടന്നലുകൾ വീടിനകത്ത് കയറുന്നത് പതിവാണ്. ഇതുമൂലം വാതിലുകൾ അടച്ചിട്ടിരിക്കേണ്ട അവസ്ഥയാണ്. കുട്ടികളുടെ പഠനം പോലും ബുദ്ധിമുട്ടേറിയിരിക്കുകയാണ്. ആളുകളുടെ മൂക്കിലും ചെവിയിലുമൊക്കെ കയറി പോകുന്നത് മൂലമുള്ള ബുദ്ധിമുട്ട് മൂലം നാട്ടുകാർ ദുരിതത്തിലാണ്. പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കുടുംബങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് അപകടം വില്ലനായെങ്കിലും വിഷ്ണുവിന്റെ കുടുംബത്തിന് താങ്ങാവുകയാണ് കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും സഹപാഠികളും. വിഷ്ണുവിന്റെ സഹോദരിയുടെ വിവാഹത്തിന് 5 പവൻ സ്വർണമാണ് സ്നേഹത്തണലിൽ ഇവർ ഒരുക്കിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി ശരീരം പൂർണ്ണമായി തളർന്ന് കിടപ്പിലാണ് വിഷ്ണു. പഴുനാന ചെമ്പന്തട്ട കൊട്ടിലിങ്ങൽ KA കുമാരൻ പ്രീതി ദമ്പതികളുടെ മൂത്ത മകനാണ് വിഷ്ണു. 2014 ഡിസംബർ മാസത്തിൽ സുഹൃത്തുമൊത്ത് ഗാനമേള കണ്ടുമടങ്ങവേ ബൈക്ക് തെന്നി വീണാണ് അപകടം സംഭവിക്കുന്നത്. വിഷ്ണുവിന്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും ശരീരം പൂർണ്ണമായും തളർന്ന് കിടപ്പിലായി. ഈ സമയത്താണ് നഗരസഭാ കൗൺസിലറും ജീവകാരുണ്യ പ്രവർത്തകനുമായ ലബീബ് ഹസൻ വിഷ്ണുവിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി എത്തിയത്. സഹപാഠികളുടെ വിലാസവും ഫോൺ നമ്പറും ശേഖരിച്ച് 2015 മാർച്ച് മാസത്തിൽ ഇവരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും മാസം തോറും ഒരു നിശ്ചിത സംഖ്യ പിരിച്ചെടുത്ത് വിഷ്ണുവിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാനും തീരുമാനിച്ചു. ഇതിപ്പോഴും തുടരുന്നുണ്ട്. വിഷ്ണുവിന്റെ മൂത്ത സഹോദരിയുടെ പഠന ചിലവുകൾ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും സഹപാഠികളുടെ കൂട്ടായ്മയും ചേർന്നാണ് നിർവഹിച്ചത്. 10 വർഷ കാലയളവിൽ വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ തണലാണിവർ. ശനിയാഴ്ച വിഷ്ണുവിന്റെ ഇളയ സഹോദരിയുടെ വിവാഹമായിരുന്നു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും സഹപാഠികളുടെ കൂട്ടായ്മയും ചേർന്ന് 5 പവൻ സ്വർണം നൽകുകയും കൂടാതെ സഹപാഠികളുടെ കൂട്ടായ്മ 50,000 രൂപയും നൽകി. ചെന്നൈയിലെ പ്രമുഖ വ്യവസായി 3 പവൻ സ്വർണവും നൽകി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ സ്വർണ സമ്മാനം വിഷ്ണുവിന് കൈമാറി. ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരാൻ, ജിനാഷ് തെക്കേക്കര തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചോർന്നൊലിക്കുന്ന സാഹചര്യത്തിലായിരുന്ന ഇവരുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ മാസങ്ങൾക്ക് മുമ്പ് കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ധനസഹായത്തോടുകൂടി ചെയ്തു നൽകിയിരുന്നു. സഹപാഠി കൂട്ടായ്മയ്ക്ക് മുഹമ്മദ് ഷെരീഫ്, VH ജുസൈർ, മുഹമ്മദ് സഹിദ്, മുഹമ്മദ് ജലാൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, CCTV. ചാവക്കാട് ഇരട്ടപ്പുഴ ഉദയ വായനശാല സാഹിത്യ പുരസ്കാര വിതരണം തിങ്കളാഴ്ച ഇരട്ടപ്പുഴ രാമിസ് റീജൻസിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KN വിനീഷിന്റെ നിഴൽപൂര് നോവൽ, ഷനോജാർ ചന്ദ്രന്റെ കാലുടിഞ്ഞ പുണ്യാളൻ ചെറുകഥ, ശൈലന്റെ രാഷ്ട്രമീമാംസ കവിത എന്നീ കൃതികൾക്കാണ് പുരസ്കാരം. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് ജേതാവിന് നൽകുക. വൈകിട്ട് 3:30 എഴുത്തുകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയാകും. വായനശാല വനിതാവേദി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, കൈക്കുട്ടികളി എന്നിവ ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ ആച്ചി ബാബു, വലീദ് തെരുവത്ത്, AN സഹദേവൻ, MS പ്രകാശൻ, സുബേർ ചക്ര, പ്രസന്ന ചന്ദ്രൻ എന്നിവർ അറിയിച്ചു.
കടവല്ലൂർ സെന്റർ മസ്ജിദുൽ ബദരിയ മഹല്ല കമ്മിറ്റിയും OSF കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മജ്ലിസ് സുന്നൂർ വാർഷികത്തിന് തുടക്കമായി. മസ്ജിദിൽ നടന്ന മജ്ലിസ് സുന്നൂറിന് മഹല്ല ഖത്തീബ് സിദ്ദിഖ് ബദ്രി നേതൃത്വം നൽകി. മഹല്ല കമ്മിറ്റി അംഗങ്ങൾ, മഹല്ല നിവാസികൾ, OSF പ്രവാസി കൂട്ടായ്മ പ്രവർത്തകർ തുടങ്ങിയവർ സദസ്സിൽ പങ്കെടുത്തു. ശനിയാഴ്ച രാത്രി 7-ന് ബദരിയ നഗറിൽ നടക്കുന്ന സദസ്സിൽ മുനീർ ഹുദവി വിളയിൽ പ്രഭാഷണം നടത്തി. ഞായറാഴ്ച രാത്രി 7 മണിക്ക് അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ പ്രഭാഷണം നടത്തും. തുടർന്ന് സയ്യിദ് ഷാഹുൽ ഹമീദ്, ജമുലലി തങ്ങൾ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. നാടെങ്ങും ക്രിസ്തുമസിനായി ഒരുങ്ങിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് സ്കൂൾ മാനേജർ അബു മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഫാദർ ജോസ് തിനിക്കൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. കേക്ക് മുറിക്കലിനും മധുരപലഹാര വിതരണത്തിനും ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക രജനി, അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ ഖനി, PTA പ്രസിഡന്റ് ജമാൽ, അധ്യാപകരായ അബ്ദുറഹ്മാൻ, അനിത എന്നിവരും നേതൃത്വം നൽകി. എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ പ്രിൻസിപ്പൽ ജിയോ തെരേസ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസി റോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. PTA ധനശേഖരണാർത്ഥം ഇറക്കിയ കൂപ്പണിന്റെ നറുക്കെടുപ്പും വേദിയിൽ വെച്ച് നടന്നു. വിദ്യാർത്ഥികൾ ക്രിസ്തുമസ് ടാബ്ലോകളും കരോൾ ഗാനങ്ങളും അവതരിപ്പിച്ചു. ഡിസംബർ മാസത്തിൽ പിറന്നാൾ ആഘോഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേക്ക് മുറിക്കലും നടന്നു. ക്ലാസ് മുറികളിൽ പുൽക്കൂടുകൾ ഒരുക്കിയും കേക്കുകൾ മുറിച്ചും സമ്മാനങ്ങൾ കൈമാറിയും നടത്തിയ ആഘോഷത്തിൽ PTA അംഗങ്ങൾ ഉൾപ്പെടെയുള്ള അതിഥികളും പങ്കുചേർന്നു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആഘോഷത്തിൽ പ്രധാനാധ്യാപിക K ഗിരിജ, PTA പ്രസിഡന്റ് K ചന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു. സ്റ്റാർ മേക്കിംഗ്, ക്രിസ്തുമസ് കാർഡ് മേക്കിംഗ്, കരോൾ ഗാനാലാപനം എന്നീ മത്സരങ്ങളിലും തുടർന്ന് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിലും കുട്ടികൾ പങ്കെടുത്തു. നാസിക് ഡോളിന്റെ അകമ്പടിയോടെ കുട്ടി സാന്റമാർ കരോൾ ഗാനങ്ങൾക്കൊപ്പം നൃത്തച്ചുവടുകൾ വെച്ചു. തുടർന്ന് അധ്യാപകരും PTA അംഗങ്ങളും ചേർന്നു തയ്യാറാക്കിയ ബിരിയാണി വിളമ്പിക്കൊണ്ട് ആഘോഷങ്ങൾ സമാപിച്ചു. തലക്കോട്ടുകര അസീസി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ സിസ്റ്റർ ക്രിസ് MSJ സന്ദേശം നൽകി. വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ച് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. സ്കൂൾ മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ്, പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാൻഡി ജോസഫ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ ശ്രദ്ധ സുഭാഷ്, ജോഷുവ ജെയ്സൺ, ഡെൽവിയ MF, തനിഷ്ക രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പിസാറ്റ് കോളേജിൽ മാനേജിംഗ് ഡയറക്ടർ സുനിൽ PK ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലീന സുനിൽ, വിവിധ വിഭാഗം മേധാവികളായ മൃദുല, ചിത്ര എന്നിവർ സംസാരിച്ചു. ക്ലാസ് മുറികളിൽ കേക്ക് മുറിക്കൽ, തുടർന്ന് കരോൾ ഗാനാലാപനം, നൃത്തനൃത്യങ്ങളും അരങ്ങേറി. അധ്യാപകരായ ലൂസിയ, ജിയ എന്നിവർ നേതൃത്വം നൽകി. തുഴിയൂർ CM UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ സുഹറ ഹംസമോൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിള്ളി അധ്യക്ഷനായിരുന്നു. തൊഴിയൂർ സഭാ മേലധ്യക്ഷൻ സിറിൽ മോർ ബസേലിയോസ് മെത്രോപൊലീത്ത ക്രിസ്മസ് സന്ദേശം നൽകി. സ്കൂൾ പുറത്തിറക്കിയ 2025 കലണ്ടറിന്റെ പ്രകാശനവും തിരുമേനി നിർവഹിച്ചു. സഭാ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു, വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, സ്കൂൾ PTA പ്രസിഡന്റ് KV നിർമ്മലൻ, PTA പ്രസിഡന്റ് ആശ ഷിബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്റ്റെനി K. സ്റ്റീഫൻ, അധ്യാപകരായ റീന, വിജി എന്നിവർ ക്രിസ്മസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. സാന്താക്ലോസിന്റെയും മാലാഖമാരുടെയും വേഷങ്ങൾ ധരിച്ചുകൊണ്ട് കുട്ടികൾ നടത്തിയ ഡാൻസ് പ്രോഗ്രാമും ശ്രദ്ധേയമായി. സ്കൂളിൽ നിന്നും അഞ്ഞൂരിലേക്ക് ക്രിസ്മസ് സ്പെഷ്യൽ റോഡ് ഷോയും ഉണ്ടായി. തുടർന്ന് അഞ്ഞൂർ സെന്ററിൽ കുട്ടികളുടെ പ്രത്യേക ഡാൻസും ഉണ്ടായിരുന്നു. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ കോട്ടപ്പടിയിലെ അഭയഭവനിൽ ആഘോഷം സംഘടിപ്പിച്ചു. തങ്ങളുടെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് അഭയഭവനിലെ അമ്മൂമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും കമ്പിളി പുതപ്പുകൾ സമ്മാനിച്ചാണ് അവർ മടങ്ങിയത്. കളികളും പാട്ടുകളുമായി കേക്ക് മുറിച്ചും ചായ സൽക്കാരമൊരുക്കിയും ഏറെ നേരം കുട്ടികൾ അഭയഭവനിൽ സമയം ചെലവഴിച്ചു. വെൺമേനാട് MASM സ്കൂൾ സ്ഥാപക മാനേജർ ജനാബ് MK മുഹമ്മദ് ഹാജി അനുസ്മരണ സമ്മേളനം ഗുരുവായൂർ മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ സ്മരണിക പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീനുമായിരുന്ന ഡോക്ടർ NAM അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ മാസ്റ്റർ, ജനാബ് MK മുഹമ്മദ് ഹാജിയുടെ സമകാലീനായ പൈങ്കണ്ണിയൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നിവർ സ്ഥാപക മാനേജർ MK മുഹമ്മദ് ഹാജി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ ആദരിച്ചു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KSKTU PKS കുന്നംകുളം ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിനും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം KSKTU
ഏരിയ സെക്രട്ടറി എം പി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. PKS ഏരിയ സെക്രട്ടറി CG രഘുനാഥ് അധ്യക്ഷനായി. PP സുനിൽ, ഓമന ബാബു, MS വിനോദ്, NK ഹരിദാസൻ, ആൻസി വില്യംസ് എന്നിവർ സംസാരിച്ചു. BR അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച SDPI വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ബഷീർ വടക്കേക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഷാജി കൊച്ചനൂർ, ബഷീർ തൊഴിയൂർ, KC ഹംസ, ഷിഹാബ് തൊഴിയൂർ, കുഞ്ഞുഹമ്മദ്, അഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ മറീന ഹോം അഗതി മന്ദിരം സന്ദർശിച്ചു. ഇവിടേക്ക് വേണ്ട അവശ്യ സാധനങ്ങളുമായാണ് സ്കൂൾ മേധാവികളും വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയത്. ക്രിസ്തുമസ് കേക്ക് മുറിച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും വിദ്യാർത്ഥികൾ അന്തേവാസികളുമായി ക്രിസ്മസ് ആഘോഷിച്ചു. വിപണി ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ഉത്സാഹത്തിമിർപ്പിൽ വസ്ത്രവിപണി ഉണർന്നു. കുടുംബസമേതം തുണിത്തരങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് വിപണിയെ സജീവമാക്കി. പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും വസ്ത്രസങ്കല്പത്തോടൊപ്പം എക്കാലവും സഞ്ചരിച്ചിട്ടുള്ള കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും പുതിയ ക്രിസ്മസ്, ന്യൂ ഇയർ ട്രെൻഡി കളക്ഷൻസുമായി കേരള വസ്ത്രാലയം ഉപഭോക്താക്കളെ വരവേൽക്കുന്നു. മാറുന്ന കാലത്തിനും മാറിവരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കും ഒപ്പം സഞ്ചരിക്കുന്നതുകൊണ്ട് കേരള വസ്ത്രാലയത്തിൽ നല്ല തിരക്കാണ്. സാരികൾ, ലാച്ചകൾ, ഫ്രോക്കുകൾ, ടോപ്പുകൾ, ഡ്രസ് മെറ്റീരിയലുകൾ തുടങ്ങിയ ലേഡീസ് തുണിത്തരങ്ങളും ജെൻസ് വെയറുകളും മറ്റെല്ലാ തരം വസ്ത്രങ്ങളും കൂടാതെ ക്രിസ്മസ് സ്പെഷ്യൽ റെഡ് ആൻഡ് വൈറ്റ് കളക്ഷൻസും കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിശേഷ അവസരങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കുവാനായി ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ധാരാളം പേർ കേരള വസ്ത്രാലയത്തിൽ എത്തുന്നത് ഇവിടുത്തെ വിലക്കുറവും സെലക്ഷനും കണ്ടിട്ടു തന്നെയാണെന്ന് സ്ഥാപനയുടമ റെജി ചെറുവത്തൂർ പറഞ്ഞു. കേരള വസ്ത്രാലയത്തിന്റെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം വർഷങ്ങളുടെ പാരമ്പര്യവും പ്രയത്നവും കൊണ്ട് നേടിയിട്ടുള്ളതാണെന്നും ഒരുപാട് വർഷങ്ങളുടെ മഹത്തായ പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ സ്വന്തം കേരള വസ്ത്രാലയം എല്ലാത്തരം ഉത്സവങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രശേഖരം ഒരുക്കി ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എക്കാലത്തും സാധാരണക്കാരുടെ അഭിരുചികൾക്കൊപ്പം സഞ്ചരിച്ച് മാറിവരുന്ന വസ്ത്രവൈവിധ്യങ്ങൾക്കനുസരിച്ച് മനോഹരവും വ്യത്യസ്തവുമായ വസ്ത്രങ്ങൾ ഒരുക്കി കേരള വസ്ത്രാലയം ജനമനസ്സുകളിൽ എന്നും ഒന്നാം സ്ഥാനം നിലനിർത്തുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ചെറുവർത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിക്കലും സാംസ്കാരിക സമ്മേളനവും ഞായറാഴ്ച നടക്കും. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെ ചടങ്ങുകൾ തുടങ്ങും. തുടർന്ന് ലക്ഷദീപം തെളിയിക്കും. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി ആചാരപൂർവ്വം ആദ്യ ദീപ പ്രോജ്വലനം നിർവഹിക്കും. തുടർന്ന് ക്ഷേത്രം സേവാസമിതി പ്രവർത്തകരും ഭക്തജനങ്ങളും ചേർന്ന് ദീപങ്ങൾ തെളിയിക്കും. തുടർന്ന് ഭക്തി ഭോജനവും ഉണ്ടാകും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7090 രൂപ, സ്വർണം പവന് 56,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചർമ്മം പെലക്കാട്ട് പയ്യൂർ പരേതനായ ചെറുവത്തൂർ ചേറുകുട്ടി ഭാര്യ കുഞ്ഞാണി നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതയായ മറിയാമ്മ, വർഗീസ്, തമ്പി, ജോസ്, പരേതനായ ജോബ്, മാർത്ത എന്നിവർ മക്കളാണ്. കടവലൂർ മന്നം നഗറിൽ പുതുക്കാട്ടിൽ അനൂപ് നിര്യാതനായി. 39 വയസ്സായിരുന്നു. തങ്കമ്മയാണ് മാതാവ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. മരത്തങ്കോട് വള്ളിക്കാട്ടിൽ പരേതനായ വാസുദേവൻ ഭാര്യ വത്സല നിര്യാതയായി. 77 വയസ്സായിരുന്നു.
സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. അക്കിക്കാവ് TM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. രാജേഷ്, സ്മിത, സിന്ധു എന്നിവർ മക്കളാണ്. കൂനുമുച്ചി കൊള്ളന്നൂർ ഫ്രാൻസിസ് മകൻ ജോൺസൺ നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച കൂനുമുച്ചി സെന്റ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. കുന്നംകുളം ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡ് ചൊവ്വന്നൂർ വീട്ടിൽ പരേതനായ ശങ്കുണ്ണി എന്ന കുഞ്ഞുമോന്റെ ഭാര്യ അമ്മണി നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉണ്ണി, രാജൻ, രവി, ശശി, ശിവദാസൻ, രത്നമണി, പരേതയായ രമണി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കർഷകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകി പടവ് കമ്മിറ്റി മടുത്തു. ഒടുവിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് അമിത വില നൽകി നെൽവിത്ത് വാങ്ങി കർഷകർക്ക് വിതരണം ചെയ്യാൻ തീരുമാനം. പുന്നൂർക്കുളം പരൂർ കോൾപ്പടവ് കമ്മിറ്റിയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഉറപ്പ് പാഴായതിനെ തുടർന്ന് കർഷകർക്ക് നെൽവിത്ത് നൽകാനൊരുങ്ങുന്നത്. കാണിപ്പയ്യൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കാറിന്റെ മുൻവശം ഭാഗികമായും ഫ്രൂട്ട്സ് കട പൂർണ്ണമായും തകർന്നു. സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ മാധ്യമ പ്രവർത്തനത്തിന് കാലാതീതമായ സ്വീകാര്യതയുണ്ടാകുമെന്ന് ദൂരദർശൻ റിട്ടയർഡ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ R. ബാലകൃഷ്ണൻ. കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല R. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കിടപ്പാടം ജപ്തി ചെയ്തതിനെ തുടർന്ന് വിറകുപുരയിൽ കഴിഞ്ഞ ഗൃഹനാഥയെയും മക്കളെയും നാട്ടുകാർ വീട്ടിൽ കയറ്റിയതിന് പിന്നാലെ ബാങ്ക് അധികൃതരെത്തി വീടിന്റെ വാതിൽ പലക വെച്ച് അടച്ചതായി ആക്ഷേപം. പുന്നൂർക്കുളം കിഴക്കേച്ചറായി കരുമത്താഴത്ത് അമ്മണിയുടെ കുടുംബത്തിനാണ് ദുരവസ്ഥ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.